എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടിട്ട് എത്ര നാളായി. ഹൗ ആർ യു? ഫൈൻ. ഫൈൻ എന്ന് പറയൂ വസു. എന്റെ പേര് വസു എന്നൊന്നുമല്ല, വസുമതി. മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ആരാ? വസുമതി എന്ന് എനിക്കറിയാം. ഞാൻ വസുവിനെ വിളിക്കൂ. എല്ലാം ഷോർട്ടൻ ചെയ്യണ്ടേ? എന്നെ മനസ്സിലായില്ലേ? നോട്ടി ലേഡി. ഞാൻ സാൻ, അതായത് സാൻഡ്ര മിരാൻഡ്ര. നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിയുന്നു? ഞാൻ സ്റ്റേജിലേക്ക് പോയ ശേഷം നിങ്ങളെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു. ഓ സോറിഡാ. ഓ, നീ ആ അന്തോണിയപ്പണ്ണന്റെ മകൾ സാന്ദ്ര. നീ എപ്പോ വന്നു? പുറത്തെവിടെയോ പോയി എന്നൊക്കെ അറിഞ്ഞു. നീ അമേരിക്കയിലാ? യെസ്, ഞാൻ സ്റ്റേറ്റ്സിലാ. കുടുംബമൊക്കെ? ഹസൻ ഞാനും കാലിഫോർണിയയിലാണ്. മകൻ ഇവിടെ നാട്ടിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാ? ഇവിടെ SMS ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു. മോന്റെ പേര് ഡ്യുവൽ ടോം. ആ തേനീച്ച കൂട് പോലെ മുടി വളർത്തിയ ആ ഫ്രീക്കൻ പയ്യനാ? എക്സാക്ട്ലി, അത് തന്നെ. ഫാഷന്റെ എക്സ്ട്രീമിലാ അവൻ എപ്പോഴും. കുട്ടികളല്ലേ, അവൻ ഇഷ്ടം പോലെ നടക്കട്ടെ, എന്തും ചെയ്തോട്ടെ. ഇത് തന്നെയാണ് പ്രശ്നം. കുട്ടികളെ ടീനേജിൽ നാം നിയന്ത്രിക്കാതെ കയറൂരി വിട്ടാലേ പിന്നെ നല്ല മക്കളായി തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ. പല കൂട്ടുകെട്ടിലും പോയി പേടും. കള്ളും കഞ്ചാവും അല്ല, സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാലമാ. ഹേയ്, എന്റെ മോൻ അങ്ങനെയൊന്നുമല്ല. വളരെ ഇന്നസെന്റ്. അത്തരം കൂട്ടുകെട്ടിലൊന്നും അവൻ പോകില്ല. അവൻ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ദൈവം തന്നെ തുണ. നാളെയാണ് നറുക്കെടുപ്പ്. കേരള ലോട്ടറി. ഒരു ടിക്കറ്റ് എടുക്കൂ ചേച്ചി, പ്ലീസ്. ഒരു ടിക്കറ്റ് എടുക്കൂ. സോറി, എനിക്കിതിലൊന്നും താല്പര്യമില്ല. നോ ഇൻട്രസ്റ്റ്. ഒന്നെടുക്ക് ചേച്ചി. ഇന്ന് ഒരു ടിക്കറ്റ് പോലും വിറ്റില്ല ചേച്ചി. ഇത് വിറ്റ് എന്തെങ്കിലും കിട്ടിയാലേ വീട്ടിലേക്ക് അരി വാങ്ങി കൊണ്ടുപോകാൻ പറ്റൂ. മക്കൾ അമ്മ വരുന്നതും കാത്തിരിക്കും. ഈ ലോട്ടറി വിറ്റാൽ കിട്ടുന്ന തുച്ഛമായ പൈസയാണ് ഞങ്ങളുടെ ഏക വരുമാനം. ഒന്നെടുക്കൂ ചേച്ചി. ഇത് വിറ്റില്ലെങ്കിൽ എങ്ങനെ അരി വാങ്ങുന്നത്? മറ്റേ എനിക്സ് ഒന്നുമില്ലേ? എന്താ പറഞ്ഞത്? മറ്റു വരുമാനമൊന്നും ഇല്ലേ എന്ന്. അതായത് ഭർത്താവ് ജോലിക്കൊന്നും പോകില്ലേ? ഭർത്താവ് ജോലിക്ക് പോയിരുന്നപ്പോ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു ചേച്ചി. മക്കളെയും ശ്രദ്ധിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് തളർന്നു കിടപ്പിലായ ശേഷം എല്ലാം എന്റെ തലയിലായി. ഭർത്താവിനുള്ള മരുന്ന്, മക്കളുടെ വിദ്യാഭ്യാസം, വീട്ടുകാര്യങ്ങൾ എല്ലാം നോക്കണം. ജീവിതം തന്നെ മടുത്തു. എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് തോന്നിപ്പോകും പലപ്പോഴും. പാവം മക്കളെ ഓർത്തിട്ടാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഓ, ഈ സാഡ് സ്റ്റോറി കേട്ട് മടുത്തു. ഞാൻ പോകുന്നു. എന്താ മോളെ, എന്തു പറ്റി? നീ ആരെയായി പേടിച്ചു നോക്കുന്നത്? എന്നെ കുറെ ചെറുപ്പക്കാർ ഓടിച്ചു, ഉപദ്രവിക്കാൻ വന്നു. എന്തിന്? അറിയില്ല, എന്റെ അനുജന്മാരുടെ പ്രായമേ വരൂ. അവർ നീ അവരോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഇവിടത്തെ സെന്റ് അലോഷ്യസ് സ്കൂളിലേക്ക് പോകാനുള്ള വഴി അറിയാത്തത് കൊണ്ട് ആ ബസ് സ്റ്റോപ്പിന് പുറകിൽ കൂടി നിന്ന കുട്ടികളോട് ചോദിച്ചു. പിന്നീടാണ് ഞാൻ കണ്ടത് അവർ പുകയൊക്കെ വലിച്ചു നിൽക്കുന്നത്. അതിലൊരാൾ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം, എന്നോടൊപ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്റെ കൈ കടന്നു പിടിച്ചു. ഞാൻ കൈ തട്ടി മാറ്റി ഓടി. അവർ മയക്കുമരുന്നടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന കുട്ടികളാ. എല്ലാ ദിവസവും ലഞ്ച് ടൈമിൽ അവർ അവിടെ വന്ന് നിൽക്കും. ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാ. ആര് പറഞ്ഞാലും അവർ അനുസരിക്കില്ല. ഈ അടുത്ത കാലത്താണ് മയക്കുമരുന്ന് ഇത്ര വ്യാപകമായത്. പോലീസിനെയും നിയമത്തെയും പേടിയില്ലാത്ത കാലം. എന്തിനു പേടിക്കണം? കഞ്ചാവ് കയ്യിൽ കരുതി പോലീസ് പിടിച്ചാൽ 1 കിലോ തികച്ചില്ലെങ്കിൽ കേസ് നിസ്സാരവൽക്കരിക്കപ്പെടും. പിന്നെ പോലീസ് പിടിച്ചാലും അങ്ങ് ഉന്നതരുടെ വിളി വരും. അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയ വന്ന് രഹസ്യമായി ഇറക്കിക്കൊണ്ടുപോകും. ഇതിനെതിരെ വീട്ടിലും നാട്ടിലും നമ്മൾ അലർട്ടായാലേ പറ്റൂ. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നീ എന്തിനാണ് സ്കൂൾ തിരക്കിയത്? കൂടെ വരാൻ വീട്ടിൽ ആരുമില്ലേ? എനിക്ക് തുണയായി വീട്ടിൽ ആരുമില്ല ചേച്ചി.
ഞാൻ MSc കഴിയുന്നത് വരെ അച്ഛൻ എന്തെങ്കിലും ജോലിക്ക് പോവുകയും എനിക്ക് കൂട്ടായി എന്നോടൊപ്പം വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. സന്തോഷമുള്ള കുടുംബം തന്നെയായിരുന്നു എൻ്റേത്. പെട്ടെന്ന് അച്ഛന് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. എങ്കിലും അമ്മ അയൽ വീടുകളിൽ എന്തെങ്കിലും പണിക്കൊക്കെ പോയും തൊഴിലുറപ്പും ഒക്കെ ആയി ജീവിതത്തോണി ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് കിടപ്പായതോടെ എല്ലാം തകർന്നു പോയി. തീർത്തും അനാഥമായ അവസ്ഥ. ഇപ്പോൾ ജീവിതമാർഗം എന്താ? ചിലവിന് കാശ് വേണ്ടേ? ഞാൻ വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കി വിൽക്കും. എല്ലാ പൊതികളും വിറ്റുപോയാൽ മരുന്ന് വാങ്ങാനുള്ള കാശൊക്കെ അതിൽ നിന്ന് കിട്ടും. വിറ്റില്ലെങ്കിൽ അത് തീരും വരെ അതാണ് നമ്മുടെ ആഹാരം. വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ചേച്ചി. അച്ഛൻ്റെയും അമ്മയുടെയും കാലം വരെ ജീവിതം തള്ളി നീക്കണം. ഇതേതായി പൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി. ഇത് കണ്ടോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ കുട്ടി ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ കുടുംബത്തിനായി മാറ്റിവെച്ച് കഷ്ടപ്പെടുന്നു. സ്വന്തം ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവനും ഹോമിക്കുന്ന ഇതുപോലുള്ള കുട്ടികളും ഉണ്ട്. സൗകര്യങ്ങളുടെ ധാരാളിത്വത്തിൽ ജീവിതം നശിപ്പിക്കുന്ന കുട്ടികളുമുണ്ട്. ഇത് നാം തിരിച്ചറിയണം. നീ എന്തിനാ സ്കൂൾ തിരക്കി ഇറങ്ങിയത്? ആ സ്കൂളിൽ ഒരു ടീച്ചറുടെ താൽക്കാലിക ഒഴിവുണ്ടെന്ന് കേട്ടു. അതവിടെ തിരക്കാൻ വന്നതാ. ദാ എന്റെ ഈ സർട്ടിഫിക്കറ്റുകളുമായി. മാനേജ്മെന്റ് സ്കൂളിൽ സ്ഥിരം നിയമനത്തിന് പാവപ്പെട്ട നമ്മളെ പോലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ലല്ലോ, അല്ലേ ചേച്ചി? ഇന്ന് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമല്ല, നോട്ടുകെട്ടുകളുടെ ഖനമാണ് മാനേജ്മെന്റിന് യോഗ്യത. പണമുണ്ടെങ്കിൽ ഏത് ദുർമാർഗിക്കും ഗുരുവിന്റെ സ്ഥാനത്തിരിക്കാം. അതാണ് ഇന്നിന്റെ ലോകക്രമം. ഇവൾ തന്നെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? സ്ത്രീ എന്ന സ്വത്വം പുരുഷാധിപത്യത്തിന്റെ മനോജ്ഞ മഞ്ജീര ധ്വനികളിൽ മയങ്ങി ഉണരേണ്ടവരാണ്. പുരുഷന്റെ കിഷണ കപോലങ്ങളെ തഴുകി തഴുകി തരളിതരാക്കേണ്ടവർ. എവിടെ ആ തരുണീമൻ? എവിടെ എവിടെ? നിങ്ങൾ ഇതിനടുത്ത് ചാടണ്ട. ആത്മദാഹത്തിന്റെ ഉന്മാദത്തിന്റെ അഗ്രരേണുക്കൾ നമ്മുടെ ശിരാപടലങ്ങളിലൂടെ ഇങ്ങനെ പതഞ്ഞു. ആ മാസ്തരീകതയുടെ ഉന്മാദത്തിന്റെ നനുനനുത്ത സുഖത്തിൽ അനന്തതയുടെ മേഘപാളികൾക്കിടയിലൂടെ ഞാൻ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. എന്തൊരനുഭൂതി, എന്തൊരുന്മാദം! മുട്ടയിൽ നിന്ന് വിരിഞ്ഞതേ ഉള്ളൂ അവന്റെ ഒരു ഉന്മാദം. ഒന്നും ചെയ്യരുത്. ഇപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്ന മാനസികാവസ്ഥയിലല്ല. മയക്കുമരുന്നിന്റെ ഫുൾ മയക്കത്തിലാ. അവരിപ്പോൾ മറ്റൊരു രോഗത്താണ്. സ്വന്തം അമ്മയെ കണ്ടാൽ പോലും വെറും ഒരു പെണ്ണായിട്ട് മാത്രമേ അവർക്ക് തോന്നൂ. ഡ്രഗ്സ് അടിച്ചാൽ ഉരുത്തിരിയുന്ന മനോവിഭ്രാന്തി. മോനെ ടോം, മോനെ, നിനക്കിതെന്തു പറ്റി? ഇതൊക്കെ നിന്റെ കൂട്ടുകാരാ? Stop. Stop. I am alone. Now I am a superpower. Don't disturb. Need a mysterious heaven. I am flying. I am flying. I am flying. എന്റെ ദൈവമേ, ഇവനിതെന്തു പറ്റി? ഇവിടെ ഡ്രഗ്സ് അഡിക്റ്റ് ആയ കുറെ കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് കംപ്ലൈന്റ് കിട്ടി. ഇവനാണോ അവൻ? അയ്യോ സാറേ, ഒന്നും ചെയ്യരുത്. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി പൊന്നെ പോറ്റിന്ന് പറഞ്ഞ് വളർത്തിയതാ. അവൻ പറഞ്ഞതെല്ലാം വാങ്ങിക്കൊടുത്തു. ചോദിച്ച കാശൊക്കെ അയച്ചു കൊടുത്തു. നല്ല സ്കൂളിലല്ല അഡ്മിഷൻ എടുത്തതെന്ന് കരുതി കൂടുതൽ കെയർ ചെയ്തില്ല. എനിക്കെന്റെ മോനെ വേണം, എനിക്കെന്റെ മോനെ വേണം സാർ. എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. നമ്മുടെ മക്കൾ ഒരു തെറ്റിനും പോയി ചാടില്ല എന്ന്, അവർ എക്സ്ട്രാ ഡീസന്റ് എന്ന്. അവർ പുറത്തിറങ്ങിയാലുള്ള രീതികളും നമ്മൾ പാരന്റ്സ് വല്ലപ്പോഴും ശ്രദ്ധിക്കണം. ഇല്ല സാറേ, അവരൊരു പാവമാ, അവരൊരു തെറ്റും ചെയ്യില്ല. നിങ്ങളുടെ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നേരിൽ കാണുകയില്ലേ? നമ്മുടെ കുട്ടികൾക്ക് മനസ്സിൽ പാകത വരുന്നത് വരെ
രക്ഷകർത്താക്കളുടെ, അധ്യാപകരുടെ, ഈ സമൂഹത്തിന്റെ ഒരു കെയർ ഉണ്ടാകണം. കുട്ടികൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മുടെ മക്കളല്ലല്ലോ, നമുക്കെന്താ എന്ന് ചിന്തിച്ച് അവരെ അവഗണിക്കരുത്. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. എല്ലാ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോഴും എല്ലാറ്റിനെയും നിഷേധിക്കുവാനും എന്തിനോടും സമരം ചെയ്യുവാനുമല്ല, പകരം എല്ലാ ജീവിത സാഹചര്യങ്ങളോടും സമരസപ്പെടുവാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഒന്നിനും വഴങ്ങുന്നില്ല എങ്കിൽ CWCയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകും. നിങ്ങൾ ഈ കുട്ടിയെ കണ്ടോ? വലിയ കഷ്ടതകൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസം നല്ല നിലയിൽ പൂർത്തിയാക്കിയിട്ടും സ്വന്തം കുടുംബം പുലർത്താൻ ഒരു തൊഴിൽ ലഭിക്കാതെ നരകതുല്യമായി ജീവിക്കുകയാണവൾ. എങ്കിലും ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ചുമന്ന് തൊഴിൽ തേടി അലയുന്നവൾ, കണ്ണീര് ഉപ്പ് കുടിച്ച് വിശപ്പടക്കുന്നവൾ, ഒരു കൈ സഹായത്തിന് ആരും തുണയില്ലാത്തവൾ. മറുവശത്തോ പല സ്വാധീനങ്ങളിലും പ്രീണനങ്ങളിലും കൂടി സമ്പത്ത് കുന്നുകൂട്ടി ജീവിത ആസ്വാദനം എന്ന പേരിൽ സമൂഹത്തെ നശിപ്പിക്കുന്നവർ. എനിക്കെല്ലാം മനസ്സിലാകുന്നു. വല്ലാത്തൊരു സാഹചര്യമാണിത്. നമ്മളാൽ കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്യണം. ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ കുടുംബത്തെയും ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി ഈ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വരരുത്. ഒരമ്മയുടെ, ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ 10 ലോട്ടറി ടിക്കറ്റുകൾ എനിക്ക് തരണം. ഞാൻ കാശ് തരും. അതിന് സമ്മാനം ലഭിച്ച ആ തുക മുഴുവൻ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി ഞാൻ ചെലവഴിക്കും. അതിനായി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. മക്കളെ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചും കണ്ടും ആ മരത്തണലിൽ നിൽക്കുകയായിരുന്നു. തലമുറ 4 കണ്ടവളായി ഞാൻ. നമ്മുടെ നാട്ടിന്റെ നന്മമരം നശിച്ചു പോകാൻ അനുവദിച്ചുകൂടാ. ഇനിയുള്ള കാലം നമ്മുടേതായ നല്ല ജാഗ്രത ഇല്ലെങ്കിൽ പുതുതലമുറ നാശത്തിലേക്ക് വഴുതി വീഴും. സ്ത്രീകളുടെ സംഘശക്തി ഇനി അതിനെ കൂടെ ഉപകരിക്കണം. സ്വന്തം മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ അനാവശ്യ മത്സരങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആയി സമയം കളയുന്ന നമ്മളാണ് കുറ്റക്കാർ. സ്വന്തം വയറ് വിശക്കുമ്പോൾ മുണ്ടുമുറുക്കി ഉടുത്തിട്ട് മക്കളെ ബുദ്ധിമുട്ടറിയിക്കാതെ ധാരാളിത്തം കാട്ടി ജീവിതത്തിന്റെ പരക്കൻ വശം അവരെ അറിയിക്കാതെ വളർത്തരുത്. അധിനിവേശ സംസ്കാരം കടം കൊള്ളുമ്പോൾ നമ്മുടെ അസ്തിത്വം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് തന്നെ പിടിക്കണം. മുത്തശ്ശി പറഞ്ഞതാ ശരി. നാം ആദ്യം സ്വയം തിരുത്തണം. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പോലെ, നാട് നന്നാവാൻ ആദ്യം സ്വയം നന്നാവൂ എന്നും. ഇവരെ കണ്ടോ? സ്വന്തം കുടുംബത്തെ പോറ്റാൻ അളവില്ലാതെ വിയർപ്പൊഴുക്കുന്നവർ, ജീവിതത്തിന്റെ ഹരിതം ഹോമിക്കുന്നവർ. നേരം പുലർന്നാൽ ഇവരുടെ നെഞ്ചിന്റെ നെരിപ്പോടി തീയാളാൻ തുടങ്ങി. ഓരോ ദിവസവും എങ്ങനെ അവസാനിക്കുമെന്ന ആദി. ഒപ്പം ഈ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്ന ഹരിതായ്മകൾ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. വരൂ മക്കളെ, നമുക്കൊന്നായി നാടിന്റെ നന്മമരത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കാം. ഈ ഗ്രാമസന്ത്രാസങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ ഓരോ വ്യക്തികളുടെയും നല്ല ഭാവിക്കായുള്ള ശ്രമങ്ങൾക്കിടയിലും നാട്ടിൽ നടക്കുന്ന അരുതായ്മകൾക്ക് നേരെ നാം കണ്ണടയ്ക്കില്ല. ഏത് സാഹചര്യത്തിലും ശരിയായ പ്രവൃത്തിയെ ശരിയെന്നും തെറ്റായ പ്രവണതകളെ തെറ്റെന്ന് പറയുവാനുള്ള ഊർജം സ്വരുക്കൂട്ടാൻ നാം കണ്ണിമ വെട്ടാതെ ജാഗരൂകരായിരിക്കും. ശാശ്വതമായ നമ്മുടെ സംസ്കാര മണ്ഡലത്തിൽ സ്നേഹനിരാസത്തിന്റെയും വെറുപ്പിന്റെയും മുഖപടലം മാറ്റിയൊതുക്കി അധസ്ഥിതരുടെയും